റെസിപ്പി എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി തമ്മിലാണ് ഇപ്പോൾ പിടിയിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മൾ ഒരു റെസിപ്പി ആയിട്ടല്ല, വിജു ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഹസ്ബൻഡിൻ്റെ. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് മാത്രം, പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ബർത്ത്ഡേയുടെ ഒരു ദിവസം മുന്നെയാണ് കേട്ടോ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായി വിജു ചേട്ടൻ പറയുന്നു, ഇത് അനാറാണ്. ഞാൻ ഒരേ അനാറ് എടുത്തിട്ടുണ്ട്. കുറേ കാലമായി വിജു ചേട്ടൻ പറയുന്നു ഈ അനാറിൻ്റെ വൈൻ പോലെ ഒന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു 1 ഡേ ആണ് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് വേണ്ടി എടുത്തിട്ടുള്ളതുള്ളൂ. ഇത് 28 days ഒക്കെ വെക്കുകയാണെങ്കിൽ പൊളിയാവും എന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ ഇപ്രാവശ്യം എന്തായാലും ക്രിസ്മസിന് ഇത് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസത്തെയാണ് ഇത് സംഭവം കേട്ടോ. അപ്പം ഒരു ദിവസം കൊണ്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഞാൻ അനാർ എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞിട്ടല്ല, 1 കപ്പ് അനാർ എടുത്തിട്ട് നമ്മുടെ ഈ ജ്യൂസർ പോലുള്ള സെറ്റപ്പിൽ മറ്റേ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടില്ല. ഞാൻ ഇങ്ങനത്തേലിട്ടിട്ടാണ് ജ്യൂസ് എടുത്തേക്കണത് കേട്ടോ. അപ്പം മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആകെ കുരു അടക്കം അടിയും. അപ്പം ഇതിലാകുമ്പോൾ നമുക്കിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെറ്റപ്പായി കിട്ടും. നമുക്ക് ജ്യൂസ് കണ്ടോ അടിയിൽ വന്ന് വീഴും. അപ്പോൾ 1 കപ്പ് അനാറ്, അതായത് 1 അനാറിൻ്റെ സീഡ്സാണ് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എനിക്കൊരു 100 ml ആ ജ്യൂസറല്ല, ആ സാധനത്തിൻ്റെ മീതെ തന്നെ നമുക്ക് അതിൻ്റെ അളവുണ്ട്. അപ്പോൾ അതിൽ 100 ml കാണിച്ചേക്കണേ കണ്ടോ. ഇതിൻ്റെ ചണ്ടിയ കുരു സെപ്പറേറ്റ് നിൽക്കും, അടിയില്ല ഇതിലാവുമ്പോൾ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ. അപ്പോൾ അങ്ങനെ 100 ml അനാറിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫെർമെൻ്റായി കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ജ്യൂസ് വെച്ച് ചെയ്തത്. ഒരു ദിവസം മുന്നെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം ഇങ്ങനെ എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ. ഇനി ഇതാണ് നമ്മുടെ ഒരു ദിവസത്തേക്കുള്ളതിലത്തെ മെയിൻ ആള്, മുന്തിരി. നമ്മുടെ കറുത്ത മുന്തിരി 1 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ, കറുത്ത മുന്തിരി കേട്ടോ. അപ്പോൾ അതിൻ്റെ ജ്യൂസിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ അതിൻ്റെ ആ വെള്ളം മാത്രം ജ്യൂസല്ല എടുത്തേക്കണേ. അതൊരു 25 ml മതി. 100 ml അനാറിൻ്റെ ജ്യൂസിലേക്ക് 25 ml നമ്മുടെ മുന്തിരിയുടെ ജ്യൂസ് കേട്ടോ. ഇങ്ങനത്തേലാവുമ്പോൾ ഇങ്ങനെ ഒരു ദിവസത്തേക്കാകുമ്പോൾ ഇങ്ങനെ ജ്യൂസായിട്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്തിരി അനാറും ഞാൻ പറഞ്ഞ അളവിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് 28 ദിവസം നമ്മുടെ മുന്തിരി വൈൻ ഇടുന്ന പോലെ കെട്ടിവെക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ മിക്സിയിൽ അടിക്കാനൊന്നും നിൽക്കണ്ട. ഒരു ദിവസത്തേക്കാകുമ്പോൾ ഇതാണ് ഏറ്റവും നല്ല എളുപ്പം. എന്നിട്ട് അതിലേക്ക് ഞാൻ 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. 1 കപ്പ് വെള്ളം, അതായത് 125 ml വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം പട്ട, അത്യാവശ്യം വലിപ്പമുള്ളത് എടുത്തിട്ടുണ്ട്, കാരണം ഒരു ദിവസം കൊണ്ടാണല്ലോ നമ്മൾ തയ്യാറാക്കണേ. അപ്പോൾ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. പിന്നെ ഒരു 2 നുള്ളി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തേക്കണേ. ചെറുമണിയില്ലേ, നമ്മുടെ വലിയ ഉണ്ടപ്പനല്ല കേട്ടോ, ചെറിയ മണി ഈസ്റ്റ്. ഒരു 2 നുള്ളേ ഉള്ളൂ. അത് 1/4 ടീസ്പൂൺ എന്ന് പറയാനും കൂടിയും പറ്റില്ല. എന്നിട്ട് നമ്മൾ നല്ലൊരു മരത്തിൻ്റെ കയ്യിലുണ്ടല്ലോ, ആ കയ്യിൽ വെച്ചിട്ട് ഇളക്കുക. അതായത് ഒരു ഡയറക്ഷനിൽ തന്നെ ഇളക്കണം കേട്ടോ. നേരെ തിരിച്ച് ഇങ്ങോട്ട് തല തിരിച്ച് ഇളക്കരുത്. എങ്ങോട്ടാണോ ഇളക്കണേ അതേ ഡയറക്ഷനിൽ തന്നെ ഇളക്കുക. ഞാൻ ചില്ലുകുപ്പിയാണ് എടുത്തേക്കണത്. നല്ല മടച്ച് ഫിറ്റാക്കി ടൈറ്റ് ചെയ്ത് എടുത്തു വെക്കുക. അവിടെ ഇരിക്കട്ടെ, അതൊരു മൂലക്കിൽ. നമുക്ക് പിറ്റത്തെ ദിവസം തന്നെ എടുത്താൽ മതി അത്. പിന്നെ അടുക്കളയുടെ കോലൊന്നും നോക്കണ്ട, വേറെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ പബ്ലിക്കായിട്ട് പറയേണ്ടി കേട്ടോ നിങ്ങളുടെ അടുത്ത്. അതാണ് വീഡിയോ ഇടാനും ലേറ്റ് ആവണേ. അതിൻ്റെ ഇന്നത്തെ ദിവസം ഒടുക്കത്തെ തിരക്കുള്ള ദിവസമായിരുന്നു. പിന്നെ വിജയചാൻ്റെ ബർത്ത്ഡേ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ പണി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടിയായിരുന്നു ഈ അംഗവും തിക്കും തിരക്കൊക്കെ. പിന്നെ ഞാൻ അന്നത്തെ ദിവസം തന്നെ വേണ്ടുന്ന സാധനം, ഇതെൻ്റെ റെസിപ്പീസ് ഞാൻ ഇവിടെ ചെയ്യണതെല്ലാം കറക്റ്റായി വരുന്നതെല്ലാം ഞാൻ ഇതിലെ എഴുതി വെക്കുക. എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതി വെക്കും. പിന്നെ കീറാറില്ല, കീറി കഴിഞ്ഞതിൻ്റെ പേജ് പോവല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കുക പതിവ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് പാർട്ടി ആണെങ്കിലും എന്ത് ചെറിയൊരു പ്രിപ്പറേഷൻ ആണെങ്കിലും വേണ്ടുന്ന സാധനങ്ങൾ എഴുതി വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് എഴുതി വെച്ചിട്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും എൻ്റെ അടുത്ത് വന്നില്ല. മെയിനായിട്ട് വേണ്ടുന്നത് തന്നെ എനിക്ക് കിട്ടാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ള 1-2 റെസിപ്പി എനിക്ക് ചെയ്യാനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം. ഞാൻ പപ്സിൻ്റെയൊക്കെ പാസ്ട്രി ഷീറ്റ് ഉണ്ടാക്കി വെച്ചു. അതൊന്നും ഉണ്ടാക്കാൻ തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അത് ഇടാം കേട്ടോ. അപ്പം ഞാൻ അത് എഴുതി വെച്ചു എന്തെന്നാ വേണ്ടതെന്ന്. പിന്നെ എന്താ പറയുക, ഇതൊക്കെ ബർത്ത്ഡേയുടെ അന്നാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇത് വൈൻ മാത്രമാണ് തലേദിവസം ചെയ്തു വെച്ചത്. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ചെമ്മീൻ നന്നാക്കണത് എല്ലാവർക്കും അറിയില്ലേ. ഞാൻ എന്നാലും കുറേ പേര് ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു, മീൻ നന്നാക്കണ വീഡിയോ ഇടുന്നൊക്കെ. ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ എന്തായാലും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നു. ഇങ്ങനെ തൊല്ലി പൊളിച്ച് അതിനെ ചീന്തി മന്തി കളഞ്ഞ് അതിൻ്റെ നടുക്ക് കൂടെ ഒറ്റ മുറി, ഇത്രയുള്ള പണി. അത് വലിയ ചെമ്മീനായതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് കേട്ടോ. ഇത് ഞങ്ങൾ
ഞങ്ങൾ മീൻ എടുക്കാറ് ഷാർജ മാർക്കറ്റിൽ നിന്ന് എടുക്കാറുണ്ട്, ഇപ്പോൾ ദുബായ് മാർക്കറ്റിൽ നിന്ന് എടുക്കാറ്. കാരണം നല്ല വിലക്കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ പോകാറില്ല, വിജയചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ അവർ എല്ലാവരും കൂടിയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ദുബായ് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കാറ്. നല്ല വിലക്കുറവുണ്ട്, നല്ല ഫ്രഷുമാണ് കേട്ടോ സാധനങ്ങൾ. അപ്പം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചു ഞാൻ. ഇതെങ്ങനെയാണ് ചെമ്മീൻ നന്നാക്കേണ്ടത് അതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കണം. പിസ്ത കേക്കാണ് നമ്മൾ ചെയ്യണത് ഇപ്രാവശ്യം വിജയചേട്ടന് വേണ്ടിയിട്ട്. വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു എന്താ പറയുക, ബെറീസ്, എല്ലാത്തരം ബെറീസും കൂടിയിട്ടുള്ള കേക്കായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കണ്ടോ, സ്പോഞ്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണില്ല, ഓൾറെഡി എല്ലാവർക്കും കേക്കുകളുടെ അറിയാം ഇപ്പോൾ. പിന്നെ പോരാത്തതിന് ഇതും കൂടി ആയി കഴിഞ്ഞ വീഡിയോ ഒരു പറളോന്ന് എത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേണമെങ്കിൽ വേറെ ആയിട്ട് ഇടാം. നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട്. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈ കേക്കിൻ്റെ വീഡിയോസ്. അപ്പോൾ സ്പോഞ്ച് ഉണ്ടാക്കി, പിന്നെ ആ കേക്കിൻ്റെ മീതെന്ന് ഞാൻ അരിഞ്ഞ് കളഞ്ഞില്ല, അത് മാറ്റി വെച്ചു. പോരാത്തതിന് ഈ സ്പോഞ്ചിൽ ഈ കേക്കിൻ്റെ ഈ ബേസ് ഉണ്ടാക്കണതിൽ നല്ലോണം പിസ്ത ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളയാനും തോന്നുന്നില്ല. പിന്നെ ഇത് നല്ലൊരു മണ്ണും നല്ല ടേസ്റ്റ് അല്ലേ ഈ മുകൾ വശം. എനിക്ക് ആ മുരിഞ്ഞത് ഭയങ്കര ഇഷ്ടമാട്ടാ, ആ കേക്കിൻ്റെ മുകൾ വശം. അപ്പോൾ അത് ഞാൻ നല്ല കൂടുതലും ചെത്തിയെടുത്തിട്ട് നമ്മുടെ പോപ്സ് ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, കേക്ക് പോപ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചു എൻ്റെ ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടിയിട്ട്. അത് കുറച്ച് പാലൊഴിച്ചിട്ട് ബോളാക്കിയിട്ട് ഞാൻ അവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നമ്മുടെ ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ. അതിൽ 2 ടേബിൾ സ്പൂണ് ഓയിൽ, നമ്മുടെ സാധാ വെജിറ്റബിൾ ഓയിലും 1 ടേബിൾ സ്പൂണ് നല്ലെണ്ണയും ചേർക്കുക. എന്നിട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് വറുക്കുകയാണ് ഞാൻ. ഉപ്പും മഞ്ഞളും പുരട്ടി കൊടുത്ത ചെമ്മീനാണ് കേട്ടോ. ഇപ്പുറത്തെ ഒരു പാത്രത്തിൽ നമ്മുടെ ബസ്മതി അരി ലോങ് ഗ്രെയിൻ ആണ് എടുത്തേക്കണേ. ഫ്രൈഡ് റൈസിന് 2 ടേബിൾ സ്പൂണ് നമ്മുടെ വെജിറ്റബിൾ ഓയിലും നല്ലെണ്ണ 1 ടേബിൾ സ്പൂണും രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ഒഴിക്കാറ്. എന്നിട്ട് അരി ഒന്ന് വറുത്തു, ഫ്രൈഡ് റൈസിൻ്റെ അരിയല്ല, അപ്പോൾ ഒന്ന് വറുത്തിട്ട് ഞാൻ വേവിക്കട്ടതാണ്. അത് എനിക്ക് കാണിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതെനിക്ക് കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതാണ് ഞാൻ എടുത്ത് പറയണത് കേട്ടോ. ഇത്രയാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ നമ്മൾ. എന്നിട്ട് ഈ അരിയിലേക്ക് വെള്ളം ഒഴിച്ച് അരി നല്ലോണം വറുക്കണം കേട്ടോ, അരി ഈ ഓയിലിലും നല്ലെണ്ണയിലും. എന്നിട്ട് നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ട് ഒരു തൈര്, സ്വല്പം ചെറുനാരങ്ങ നീര്, എന്നിട്ട് മൂടി വയ്ക്കുക. ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്, 3 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളം, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതൊരു പ്രത്യേകതരം ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഇതേ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ചെമ്മീൻ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ക്ലിപ്പിൽ ഈ ചെമ്മീൻ വറുക്കാടുമ്പോൾ ഒരു 2 തുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചി 4 പച്ചമുളകും വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് കയ്യിൽ നിന്ന് പോയി. ഒന്നുമില്ല, ഓയിലൊഴിച്ച് നല്ലെണ്ണ ഒഴിച്ച് ഉപ്പും മഞ്ഞളും പുരട്ടിയ ചെമ്മീൻ ഇട്ട് വറുക്കുക. അതിൽ 2 കഷ്ണം ഇഞ്ചിയും വെള്ളുള്ളിയും പച്ചമുളകും, ഇത്രയും അവിടെ ചെയ്തിട്ടുള്ളൂ. ഇനി അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി. വീഡിയോ ഒക്കെ ടപ്പേന്ന് തന്നെയായിരുന്നു, റെസിപ്പീസ് ചെയ്യലും ടപ്പേന്ന് തന്നെയായിരുന്നു. എനിക്ക് വേറെ കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം വേഗത്തിൽ ശർപ്പരേന്നായിരുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഒരു സ്വല്പം നമ്മുടെ 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 എന്താ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോൺസ് മഞ്ചൂരിയൻ എന്ന് പറയാൻ, വേണമെങ്കിൽ ചില്ലി പ്രോൺസ് എന്ന് പറയാൻ, നിങ്ങൾക്ക് എന്തും വിളിക്കാം ഇതിനെ. അതിനൊന്നും ഒരു വിരോധമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വറുത്ത് പോരാനും ഒന്നിനും നിൽക്കൊന്നും വേണ്ട ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും 1 ടീസ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുത്തു ഞാനിപ്പോൾ. പിന്നെ അതുപോലെ ഇനി നമുക്ക് വേണ്ടത് ചില്ലി സോസ്. റെഡാണ് എടുത്തേക്കണേ, ഗ്രീൻ ആയാലും കുഴപ്പമില്ല, റെഡാണ് ഒന്നുകൂടി നല്ലത്. അത് ഒരു 1/2 ടീസ്പൂണ് മതി കേട്ടോ. ബാക്കിയെല്ലാം 1 ടീസ്പൂണ് വീതം. തീ കൂട്ടി വെച്ചോളോ. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിക്കല്ല, സോസ് ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് നല്ലൊരു ചൈനീസ് കറിയുടെ ഫ്ലേവർ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഏത് കറി ആക്കിയിട്ട് അതിനെ മാറ്റാം. കണ്ടോ, ഇപ്പുറത്തെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അവിടെ ഇവിടെയും ബുളുബിളു എന്നുള്ളൊരു പരിവാണ്. ഈ നേരത്ത് നമ്മളൊന്ന് ഇളക്കിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കുക നിങ്ങളുടെ സ്റ്റൗവിൻ്റെ. എന്നിട്ട് 20 മിനിറ്റ് മൂടി വെക്കുക. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റൈസ് വരും. ഇതൊരു പ്രത്യേകതരം ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഇപ്പം കണ്ടോ, നമ്മുടെ സോസ് എല്ലാം ഒന്ന് മൂത്ത് വന്നു അപ്പോഴത്തേനും അവിടെ. എന്നിട്ട് അതിലേക്ക് 1 സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 1 സവോള എടുത്തിട്ടുണ്ട്, അത് ക്യൂബായിട്ട് അരിഞ്ഞേക്കുക. പ്രോൺസ് ഞാനൊരു 150-200 ഗ്രാമിൻ്റെ അടുത്തേക്കേ ഉള്ളൂ പ്രോൺസ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് റൈസ് ആയാലും പ്രോൺസ് ആയാലും ഒക്കെ തയ്യാറാക്കിയേക്കുന്നത്. ഞങ്ങൾക്ക് അതേ വേണ്ടു, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് അതേ വേണ്ടു. പിന്നെ കുറേ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കുറേ കഴിക്കും. ഇത് നമുക്ക് പാകാം, കറക്റ്റാണ്. ആ സവോള ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, അധികം ഒഴിക്കരുത്, 1/4 കപ്പ് മതി കേട്ടോ. ഇത്രയും മതി നമുക്ക്. നമ്മൾ ആ പ്രോൺസ് ഞാൻ ആ വറക്കണ നേരത്തെ ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനത് വോയിസിൽ പറഞ്ഞാണാവോ. ഞാൻ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവുമല്ലോ.
അതുകൊണ്ട് ഇനി ആ കറിയും അത് പെർഫെക്റ്റായിട്ട് നമുക്ക് വരും, ഈ ചൈനീസ് കറി പോലെ തന്നെ. കണ്ട റൈസ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല പഞ്ഞിക്കുട്ടി പോലെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല, പക്ഷെ ആ റൈസ് കഴിക്കാനായിട്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നമ്മുടെ നല്ലെണ്ണയുടെയും വെജിറ്റബിൾ ഓയിലിൻ്റെയും നല്ലൊരു, കണ്ട ഇതുപോലെ എണ്ണയുടെ ഗ്ലേസിങ് വരും ആ റൈസുമ്മേ. ഇനി ഇതിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ വേറെ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ഇതേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മൾ ആ മീൻ വറക്കണ നേരത്ത് ആ മീനിലേക്ക് ഡയറക്റ്റ് ഉപ്പും മഞ്ഞപ്പൊടി ഇടുന്ന പോലെ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്താൽ മതി. അന്നേരം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മൂടി വെച്ചപ്പോൾ ആ സവോള അതിലേക്ക് ബുളുബുളുമായിട്ട് അലിഞ്ഞ് ചേർന്നു. ആ വെള്ളം കണ്ടോ ഒത്തിരി കൊഴുപ്പായിട്ട് വരും ചെയ്തു. നല്ല മണമാണ് കേട്ടോ, പൊളി മണം, പൊളി രുചിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക്. പ്രോൺസ് മഞ്ചൂരിയൻ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇത് റെഡ് ക്യാപ്സിക്കായിട്ട് നിങ്ങൾക്ക് തോന്നും, ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ. ഞാൻ പച്ച ക്യാപ്സിക്കം മേടിച്ച് വെച്ചത് പഴുത്തു പോയതാണ്. അപ്പോൾ പിന്നെ കിടക്കട്ടെ എന്ന് വെച്ചു. ഏത് ക്യാപ്സിക്കായാലും കുഴപ്പമില്ല, ഒരു പിടി ഇട്ട് കൊടുത്തു, നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്ക് മിസ്സായ സാധനം ഞാൻ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടാതെ പോയതാണ് നമ്മുടെ ഗ്രീൻ ഒണിയൻ. സ്പ്രിംഗ് ഒണിയൻ. ഞാൻ എന്ത് മണ്ടത്തരം പറയണേ. സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ ഒരു പിടിയിട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ ആ ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ എപ്പോഴും കറി വെച്ചാൽ പകർത്തും, അല്ലെങ്കിൽ അതിൽ തന്നെ വെക്കാറില്ല ഞാൻ എപ്പോഴും. എന്നിട്ട് ചട്ടി വൃത്തിയാക്കി വെക്കും എപ്പോഴും. ഇനി നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള അങ്കാണ്. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് മുട്ട ഇതുപോലെയാണ് ഞാൻ പൊരിച്ചെടുക്കാറ്. ഇങ്ങനെ തീ ഓവറാക്കിയിട്ട് അതിനെ ഇങ്ങനെ മുരിച്ചെടുക്കാറില്ല ഈ ഫ്രൈഡ് റൈസിലേക്ക്. അത് മാറ്റി വയ്ക്കുക, മുട്ട പൊരിച്ചത്. പിന്നെ ഒരു പിടി ബീൻസും അതെ ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റുക. അതിൻ്റെ ആ ക്രഞ്ചിനെസ് പോവരുത്. അത് ഒരു 2 മിനിറ്റ് വഴറ്റി കഴിയുമ്പോഴത്തേനും ഒരു പിടി ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക. അതും അത് അതിൻ്റെ ക്രഞ്ചിനെസ് പോവരുത്, നമുക്ക് ഇങ്ങനെ വെന്ത് പുളിപുളി ആവരുത്, അതുപോലെ മുരിഞ്ഞിങ്ങനെ ഇതാവരുത്. അങ്ങനെ വേണം വറുത്തെടുക്കാനായിട്ട്, വഴറ്റിയെടുക്കാനായിട്ട് ഒന്ന് ചൂട് കയറ്റിയെടുക്കുക. അത് നല്ലെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതായാലും പ്രശ്നമില്ല, ഓയിലിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള കൂട്ട്. ഇതിൽ കുറേ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ ഇത്. അത് നമ്മൾ വേറെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇതൊരു പ്രത്യേക രുചി സ്വാദാണ്. ഇത് നിങ്ങൾ അലൈനിൽ വെച്ച് കഴിക്കണതാണ്. അവിടെ അൽഫലാലൂലു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ മീഡ് ഒരു സിൽവർ സ്പൂണോ അങ്ങനെ എന്തോ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, എനിക്ക് പേരറിയില്ല കേട്ടോ കറക്റ്റ്. പൊള്ളി ഫ്രൈഡ് റൈസ്, അവിടുത്തെ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും ആ രുചി വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അവരിങ്ങനെ ചെയ്യണ അവരുടെ ഫ്രൈഡ് റൈസിൻ്റെ ലുക്കും കഴിക്കാനും. അതിൽ സോയ സോസ് ഒരു 2 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ എല്ലാം നമ്മൾ കഴിക്കണ നേരത്തെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഒരു പ്രത്യേക മണം, കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു വെറുപ്പീര് തോന്നില്ല, മതിയാവോളം കഴിക്കാൻ തോന്നും. നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റ് ഇതാണ്. പിന്നെ ഇതിൻ്റെ മീത വർക്കൊന്നും ചെയ്യുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ നല്ല ബിസി ആയിരുന്നു അന്നത്തെ ദിവസം. വേറെയും കുറേ വർക്കുണ്ടായിരുന്നു, നല്ല ബിസി ആയിരുന്നു. അപ്പോൾ എനിക്കത് കാണിക്കാൻ നിങ്ങളെ പറ്റിയില്ല. ബിക്കോസ് അത് ചെയ്യുന്ന നേരത്തൊക്കെ എൻ്റെ കോലം അത്രയും അവതാളത്തിൽ പിടിച്ച ഒരു അവതാളത്തിലല്ല, എന്താ പറയുക, നമ്മൾ ഒരു വൃത്തികെട്ട രൂപമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത് കേട്ടോ. ഇതാണ് പിസ്റ്റയുടെ ഇത് ചോക്ലേറ്റിൻ്റെ ഗനാശ് ഒഴിച്ചു കൊടുത്തിൻ്റെ മീതെ ഇതാണ് ഫൈനൽ നമ്മുടെ ടേബിള്. പോപ്സ് കണ്ടോ, ഞാൻ ചോക്ലേറ്റിൽ മുക്കിയിട്ട് പോപ്സ് ഇതേ ആ കേക്കിൻ്റെ അതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വൈൻ പിറ്റത്തെ ദിവസം ഞാനിത് എടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക്, പിന്നെ ഫുഡ് അവിടെ സെപ്പറേറ്റ് ഇരിക്കുന്നുണ്ട്. ഒരു കാൻഡിൽ ലൈറ്റ് പോലെയാണ് ഞങ്ങൾ ഇത് മുറിച്ചത് കേക്ക്. പിന്നെയെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് ഒരു ഇത്തിരി ചിലപ്പോൾ ലൈറ്റ് കുറവുണ്ടാവും. ഞങ്ങൾ ഈ മെഴുതിരി വെച്ചിട്ട് ഞങ്ങൾ ആ ശ്രദ്ധയിൽ നിന്ന് പോയി, ഏതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടണമല്ലോ എന്നുള്ള ശ്രദ്ധയിൽ നിന്ന് പോയി. നമ്മൾ നമ്മുടെ പേഴ്സണൽ ടൈം എൻജോയ് ചെയ്യായിരുന്നു. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഈ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ. ഈ വീഡിയോ എടുത്ത് ഇടണവരെ ഞാൻ നമിച്ചു കേട്ടോ. എങ്ങനെ അവർക്ക് സാധിക്കണേ, അതിനൊരു കഴിവ് വേണം സത്യത്തിൽ കേട്ടോ. നമ്മുടെ ഈ പേഴ്സണൽ ടൈമിലും കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നവരേനെ അവർക്കതൊരു പാഷനായിട്ട് ചെയ്യണതാണ്. എനിക്കത് പറ്റുന്നില്ല. അതാണ് എനിക്ക് ഇങ്ങനത്തെ ഒന്നും വീഡിയോസ് കൂടുതൽ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ പറഞ്ഞാലും. അപ്പോൾ വിജയചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. വിജയചേട്ടൻ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും ബിസി ആയിരുന്നു. അപ്പോൾ വിജയേട്ടൻ ആകെ അന്തം വിട്ട് നിൽക്കുക. വിജയേട്ടൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെയ്യും എന്നുള്ളത്. കണ്ടോ നമ്മുടെ വൈൻ പെർഫെക്റ്റ് കളർ, പെർഫെക്റ്റ് മണം, ഒരു തരി ഇങ്ങനെ കലങ്ങി മറിഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വൈൻ പെർഫെക്റ്റ് ആയിരുന്നു. ഇത് നമ്മുടെ പോപ്സ്, ആ കേക്ക് ഞാൻ ഉരുട്ടിയിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയണതല്ലേ. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ പറയും, ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഉൾപ്പെടുത്തിയാൽ ഭയങ്കര നീണ്ടു പോവും. അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് പ്ലേറ്റിലേക്ക് വെച്ചു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ അതുകൊണ്ട് വായിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ല പെട്ടെന്ന് വിജയചേട്ടന്. ഇത് എനിക്കുള്ള ഒരു പീസാണ് കേട്ടോ. അവളെ കണ്ടോ, എന്തൊരു സോഫ്റ്റാണ് കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ടില്ലേ
തൊടുമ്പത്തേനും ഇങ്ങോട്ട് പഞ്ഞി പോലെ പോരും. അത്രയും സോഫ്റ്റാണ് നമ്മുടെ കേക്ക് കേട്ടോ. അപ്പം വിജയ ചേട്ടൻ എൻജോയ് ചെയ്തിട്ട് കഴിച്ചു. എനിക്ക് തരുമൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ വിജയ ചേട്ടനും കൊടുത്തു. അതൊന്നും നമ്മൾ വീഡിയോ കാണിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തതാണ്. വിജയ ചേട്ടൻ ഭയങ്കര ഇഷ്ടമായി. വിജയ ചേട്ടൻ എനിക്ക് പേടിയാണ് കേക്കൊക്കെ കൊടുക്കാനും എനിക്ക് കഴിക്കാനും പേടിയാണ് സ്വതവേ, മധുരമൊക്കെ അല്ലേ. അപ്പോൾ ആൾ ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. സൂപ്പർ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് ഭാര്യയുടെ കേക്ക് ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അല്ല, അങ്ങനെ പറയണ ആളല്ല. വൈനും അതെ, വിജയ ചേട്ടൻ ആകെ എക്സൈറ്റഡ് ആയി. ഇത് ഏത് രുചി വൈനാന്നൊന്നും വിജയ ചേട്ടന് പെട്ടെന്ന് പിടികിട്ടിയില്ല. പരിചയമുള്ള രുചിയാണ് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ പോപ്സ് കേട്ടോ, ആ കേക്കിൻ്റെ ബോൾ കൊണ്ട് ഉണ്ടാക്കിയത്. അത് ഭയങ്കര ഇഷ്ടമായി വിജയ ചേട്ടന്. വിജയ ചേട്ടൻ പറഞ്ഞ ആ ഒരു മൊരിഞ്ഞ ആ കേക്കിൻ്റെ ആ ക്രംസ് ആയതുകൊണ്ടേ നല്ല സ്വാദുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വിജയ ചേട്ടൻ. പിന്നെ അതും ഭയങ്കര ഇഷ്ടമായി. അത് ഞാൻ കാണാതെ തന്നെ അതിന് 4 അവിടെ വെച്ചിട്ടുള്ളൂ. 6 ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് 2 അടിച്ചു മാറ്റിയായിരുന്നു. ഞാൻ കണ്ടില്ല. അതിന് അടിച്ചു മാറ്റിയപ്പോഴത്തേനും 2 ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചു. ഫ്രൈഡ് റൈസ് ഇതേ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കണതും അപ്പം അന്നേരം പറയണതും നമുക്കതൊക്കെ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നിയായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല പേഴ്സണൽ ടൈം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഫോട്ടോയും വീഡിയോയൊക്കെ ആയിട്ട് കുഞ്ഞു കുറേ പേര് പറയാറുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിച്ചോളൂ കേട്ടോ. കണ്ട കറി നല്ല പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ ഇതിന് വിളിക്കാം. പക്ഷെ നല്ല ചൈനീസ് ഫ്ലേവറാണ് കറിക്ക്. ഫ്രൈഡ് റൈസും അതെ, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റൈസും നല്ലൊരു ഫ്ലേവറാണ് ഈ റൈസിനും. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ അങ്ങനെ എൻ്റെ വിജയചേട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഞങ്ങൾ എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. നല്ല കേക്കായിരുന്നു എല്ലാം കൊണ്ടും. അത് ഞാൻ വിജയചേട്ടന് വേണ്ടി എഴുതിയതാണ് കേട്ടോ, ബർത്ത്ഡേ വിഷസ് അതിൻ്റെ മീതെ. അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.